ഞാൻ കഴിഞ്ഞ ദിവസം ദ സബ്ജക്ട് വൈസ് ഉള്ള ദ വെയിറ്റേജ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞ സബ്ജക്ട് ടോട്ടൽ എത്ര ക്വസ്റ്റ്യൻ, ഈ പറഞ്ഞ എത്ര മാർക്ക് ചോദിക്കും, കണ്ടോ? കണ്ടോ? അതിൽ ഈ പറഞ്ഞ സൈക്യാട്രിയിൽ എത്ര ക്വസ്റ്റ്യൻ ചോദിക്കും, സൈക്യാട്രിയിൽ ഏറ്റവും മാക്സിമം എത്ര വരെ പോകാം? ഒരു 9-10 വയ്ക്കൂടെ? ഒരു 9-10 വയ്ക്കൂടെ? പോവാല്ലോ. 7 to 10 ക്വസ്റ്റ്യൻ വരെ സൈക്യാട്രിയിൽ ചോദിച്ചിരിക്കും. ആ 7 to 10 ക്വസ്റ്റ്യൻ, കറക്റ്റ് 10 ക്വസ്റ്റ്യനും ഈ ഒരു ക്ലാസ് നമ്മൾ ഇനി അങ്ങോട്ടുള്ള സൈക്യാട്രി ക്ലാസ്സിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും. സോ ഞാൻ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ എല്ലാവരും അത് കൃത്യമായി പഠിക്കുമോ? ഞാൻ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ എല്ലാവരും അതുപോലെ കൃത്യമായി പഠിക്കും. ഈ സൈക്യാട്രി പഠിക്കുമ്പോൾ നിങ്ങൾ വേറെ ഒരു ബുക്കും നോക്കണ്ട, വേറെ ഒരു ടെക്സ്റ്റ് ബുക്കും വാങ്ങിച്ച് നോക്കേണ്ട ആവശ്യമില്ല. ഞാൻ തരുന്ന കാര്യം, ഇവിടെ ഞാൻ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അത് കൃത്യമായി പഠിക്കാമോ? സൈക്യാട്രി വളരെ ഈസി ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്. ബാക്കിയെല്ലാം ടഫ് ആയിരിക്കും, നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ടുള്ള സബ്ജക്റ്റ് ആയിരിക്കും. ഏറ്റവും രസകരമായ ഒരു സബ്ജക്റ്റ് അല്ലേ സൈക്യാട്രി എന്ന് പറയുന്നത്? ഏറ്റവും രസകരമായ ഒരു സബ്ജക്റ്റ് ആണ് സൈക്യാട്രി എന്ന് പറയുന്നത്. അത് അതിന്റെ മൂഡിൽ പഠിച്ചാൽ മാത്രമേ വളരെ സബ്ജക്റ്റ് വളരെ ഈസി ആയിരിക്കും, ശരിയല്ലേ? സൈക്യാട്രി പഠിക്കുമ്പോൾ എന്താണ്, ആ ഒരു മൂഡിൽ പഠിച്ചാൽ മാത്രമേ എന്ത് ചെയ്യുക, ഈസി ആയിരിക്കുള്ളൂ. സൈക്യാട്രി പഠിക്കുമ്പോൾ നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, പണ്ട് ഈ പറഞ്ഞ സൈക്യാട്രി പോസ്റ്റിങ്ങിന് എവിടെയാ പോയത്? എല്ലാവരും സൈക്യാട്രി പോസ്റ്റിങ് എവിടെയാ പോയത്? പറഞ്ഞേ എല്ലാവരും സൈക്യാട്രി പോസ്റ്റിങ് എവിടെ പോയാ? പണ്ട് കോളേജിൽ പഠിക്കുമ്പോൾ സൈക്യാട്രി പോസ്റ്റിങ് എവിടെയാ പോയി എല്ലാവരും? പണ്ട് കോളേജിൽ പഠിച്ച സമയത്ത് സൈക്യാട്രിക് പോസ്റ്റിങ്ങിന് എവിടെയാ പോയത്? അതെ, അത് എവിടെയാ? ഇപ്പൊ ഊളം പറയാണോ? ഊളം പറയാണോ? കുന്നംകുളം. വേറെ പിന്നെ എവിടേക്ക്? ഊളംപാറ, തൊടുപുഴ, വേറെ ഇവിടെയെല്ലാം പോയിട്ടുണ്ടല്ലേ? കൊല്ലം, ഹോസ്പിറ്റൽ, എല്ലായിടത്തും പോയിട്ടുണ്ട്. അപ്പോ ഈ സൈക്യാട്രിക് എന്ന സബ്ജക്ട് പഠിക്കുമ്പോൾ നിംഹാൻസിൽ പോയിട്ടുണ്ട്. ആ സബ്ജക്ട് പഠിക്കുമ്പോൾ ആ ഒരു സ്ഥലത്ത് മാത്രമേ നിൽക്കാവൂ. ഈ പറഞ്ഞ ഇപ്പൊ നിങ്ങൾ ആ ട്രെയിനിങ്ങിന് പോയ അതിനകത്ത് മാത്രമേ എല്ലാവരും നിൽക്കാവൂ. ഇപ്പൊ അതിന് പുറത്തോട്ട് ആരും വരാൻ നിൽക്കേണ്ട, അതിനകത്ത് മാത്രം നിന്നുകൊണ്ട് സൈക്യാട്രി പഠിക്കാമോ? സ്റ്റാർട്ട് ചെയ്യാമല്ലോ. സോ അതിൽ വരുന്ന ഫസ്റ്റ് കാര്യമാണ് എന്താണ് ഈ പറഞ്ഞ മെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞ എന്താ? ഈ പറഞ്ഞ മെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞ എന്താ ആർക്കും പറയാം? എന്താണ് ഈ പറഞ്ഞ മെന്റൽ ഹെൽത്ത് നമുക്ക് എങ്ങനെ ഡിവൈൻ ചെയ്യാൻ പറ്റും? ആർക്ക് പറയാം? സിമ്പിളി പച്ച മലയാളത്തിൽ പറഞ്ഞ അതിന്റെ മീനിങ് എന്താണ്? ഇറ്റ്സ് ദ മെന്റൽ ഹെൽത്ത് എന്ന് പറയുമ്പോൾ പച്ച മലയാളത്തിൽ പറഞ്ഞ അതിന്റെ മീനിങ് എന്താ? ഇറ്റ്സ് മാനസിക ആരോഗ്യമാണോ? മാനസിക ആരോഗ്യമാണോ അവിടെ? ആണോ? പറയാണോ? ആണ്. ഒരു ക്വസ്റ്റ്യൻ ഈ പറഞ്ഞ വീട്ടിലിരിക്കുമ്പോൾ, ഈ പറഞ്ഞ കല്യാണം കഴിഞ്ഞ ആൾക്കാർ ഈ പറഞ്ഞ വീട്ടിലിരിക്കുമ്പോൾ ഹസ്ബൻഡുമായിട്ട് ഈ പറഞ്ഞ വഴക്കുണ്ടാക്കുന്നത് ഈ പറഞ്ഞ മാനസിക ആരോഗ്യത്തിന് ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടാണോ? ഈ പറഞ്ഞ മിക്കവാറും വീട്ടിൽ ഈ പറഞ്ഞ വഴക്കുണ്ടാക്കുന്നത് ഈ പറഞ്ഞ മാനസിക ആരോഗ്യത്തിന് എന്തെങ്കിലും പ്രശ്നമുള്ളതുകൊണ്ടാണേ? ആണോടെ? അല്ല. അപ്പൊ നമുക്ക് ഇതിനെങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും? എല്ലാവരും വായിച്ചേ. ഈ സിമ്പിളി എന്താണ്? സിമ്പിൾ ഈ പറഞ്ഞത് മെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞ എന്താണ്? അഡ്ജസ്റ്റ്മെന്റ് ഓഫ് ദ ഹ്യൂമൻ ബീയിങ് ആണോ? അഡ്ജസ്റ്റ്മെന്റ് ആണോ? സിമ്പിൾ ഈ പറഞ്ഞത് മെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞ എന്താ? അഡ്ജസ്റ്റ്മെന്റ് ആണോ? ഈ പറഞ്ഞ നമ്മുടെ വേൾഡുമായിട്ട്, ഇപ്പൊ നമ്മുടെ ചുറ്റുപാടുമായിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ് ആണോ? ഇപ്പൊ നമ്മുടെ ചുറ്റുപാടുമായിട്ടുള്ള ഈ പറഞ്ഞ അഡ്ജസ്റ്റ്മെന്റ് വിളിക്കുന്ന പേരെന്താ? അതല്ലേ മെന്റൽ ഹെൽത്ത്. നമ്മൾ നമ്മുടെ ചുറ്റുപാടുമുള്ള, ഇപ്പൊ നമ്മൾ എല്ലാവരും നമ്മുടെ ചുറ്റുപാടുമുള്ള അഡ്ജസ്റ്റ്മെന്റിനെ വിളിക്കുന്ന പേരെന്താ? സിമ്പിൾ ആയിട്ട് പറയും, ഇറ്റ്സ് ദ മെന്റൽ ഹെൽത്ത് അല്ലേ? ആണോ? അല്ലേ? ഇത് തന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാതെ വരുമ്പോഴാണ്
എപ്പോഴും എന്താണ് സൈക്കോസിസ് എന്നും ആൻഡ് ന്യൂറോസിസും എന്നൊക്കെ ശരിയാണോ അവിടെ? ശരിയാണോ? സാധാരണയായിട്ട് എന്താണ് സാധാരണ എല്ലാവരും പറഞ്ഞ് രാവിലെ എഴുന്നേൽക്കുന്നു, പല്ല് തേക്കുന്നു, കുളിക്കുന്നു, എന്താണ് അതെല്ലാം അഡ്ജസ്റ്റ്മെന്റ് ആണോ അവിടെ? സാധാരണയായിട്ട് രാവിലെ എഴുന്നേൽക്കുന്നു, പല്ല് തേക്കണം, കുളിക്കണം, ഈ പറഞ്ഞ കുട്ടികളെ സ്കൂളിൽ വിടണം, ഇതെല്ലാം അഡ്ജസ്റ്റ്മെന്റ് ആണോ? അഡ്ജസ്റ്റ്മെന്റ് ആണോ? ആണോ? വളരെ രസകരമായി പഠിക്കും. സൈക്യാട്രി പഠിക്കുമ്പോൾ വളരെ രസകരമായി പഠിക്കണം. പറഞ്ഞു എല്ലാരും പറഞ്ഞേ. രാവിലെ എഴുന്നേൽക്കുന്നു, പല്ല് തേക്കുന്നു, കുളിക്കുന്നു, കുട്ടികളെ സ്കൂളിൽ വിടുന്നു, എല്ലാം അഡ്ജസ്റ്റ്മെന്റ് ആണോ? അതൊന്നും ചെയ്യാതെ ഒരു സ്ഥലത്ത് എപ്പോഴും എന്താണ് ഒരു സ്ഥലത്ത് മാത്രം ഇരിക്കുന്നു, അതെല്ലാം മൂടിക്കെട്ടി വെച്ചുകൊണ്ട് അതൊന്നും ഇല്ലാതെ എന്താണ് ഈ പറഞ്ഞ രാവിലെ എഴുന്നേൽക്കുന്നു, പല്ല് തേക്കുന്നില്ല, കുളിക്കുന്നില്ല, ഈ പറഞ്ഞ വീട്ടിലെ സാധനങ്ങളെല്ലാം വലിച്ചു വാരിയിടുകയും അതൊക്കെ ചെയ്ത് എന്തായിരിക്കും ഇവിടെ? എന്തായിരിക്കും? അതെല്ലാം ഈ പറഞ്ഞ മെന്റൽ ഹെൽത്ത് ഇല്ലാത്ത അവസ്ഥയാണോ? അതെല്ലാം ഈ പറഞ്ഞ മെന്റൽ ഹെൽത്ത് ഇല്ലാത്ത അവസ്ഥയാണോ? ഒന്നും ചെയ്യുന്നില്ല, എല്ലാം എന്താണ് ഒരു അടുക്കും ചിട്ടയില്ലാതിരിക്കുന്നതെല്ലാം ആണോ അവിടെ? പച്ചമലയാളത്തിൽ പഠിക്കുക ആണോ? അത് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പൊ നിങ്ങൾ എന്താ ഒരു ദിവസം ഫുഡ് കഴിക്കുന്ന സമയത്ത് ആ ഫുഡ് കഴിക്കുന്ന ജസ്റ്റ് ഒരു തവണ മാത്രം ഈ പറഞ്ഞ ഹാൻഡ് വാഷ് ചെയ്യുന്ന ആൾക്കാർ നിങ്ങളെല്ലാവരും, ജസ്റ്റ് ഒരു തവണ മാത്രം ഹാൻഡ് വാഷ് ചെയ്യുന്ന ആൾക്കാർ നിങ്ങളെല്ലാവരും. പക്ഷെ ചില ആൾക്കാരുണ്ട് ഫുഡ് കഴിക്കുന്ന മുമ്പ് ഒരു 5, 6, 7 തവണ ഹാൻഡ് വാഷ് ചെയ്യുന്ന ആൾക്കാർ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? അതെന്താ ഈ പറഞ്ഞ മെന്റൽ ഹെൽത്തിന്റെ പ്രശ്നമല്ലേ? അത് ഈ പറഞ്ഞ മെന്റൽ ഹെൽത്തിന്റെ പ്രശ്നമല്ലേ? ആണ്. പിന്നെയും അറിയാം, ഇപ്പൊ നിങ്ങൾ പലരും നിങ്ങൾ ഈ പറഞ്ഞ വീട് പൂട്ടി പുറത്തേക്ക് എവിടെയും പോകുമ്പോൾ ആ പൂട്ടിയ പൂട്ടിനെ വീണ്ടും പോയി പൂട്ടിയോ നോക്കുന്നത്, അതും ഈ പറഞ്ഞ മെന്റൽ ഹെൽത്തിന്റെ പ്രശ്നമല്ലേ? അതും ഈ പറഞ്ഞ മെന്റൽ ഹെൽത്തിന്റെ പ്രശ്നമല്ലേ? ആ ആ അതിന് നമ്മളൊരു പേര് പറയാറുണ്ട്. ആർക്കെങ്കിലും അറിയാമോ? ഈ പൂട്ടിയ OCD, ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ അല്ലേ? എല്ലാവർക്കും അറിയാം OCD അല്ലേ, ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ അല്ലേ? ആ പൂട്ടിയ പൂട്ടിനെ വീണ്ടും പോയി നോക്കുകയാണ്, പൂട്ടിയോ ഇതെല്ലാവരും ചെയ്തിട്ടില്ലേ? ഇത് നിങ്ങൾ എല്ലാവരും ചെയ്തിട്ടില്ലേ? യെസ്, ചെയ്തിട്ടുണ്ട്. ഇനി ഇതേ മെന്റൽ ഹെൽത്തിന്റെ ഒരു പ്രശ്നമാണ് എന്താണ് ഈ പറഞ്ഞ പാമ്പിനെ കണ്ടിട്ട് ഒരു കയറായിട്ട് തോന്നിയാലും ഈ പറഞ്ഞ മെന്റൽ ഹെൽത്തിന്റെ പ്രശ്നമാണോ? പാമ്പിനെ കണ്ടിട്ട് ഒരു കയറായിട്ട് തോന്നിയാലും ഈ പറഞ്ഞ മെന്റൽ ഹെൽത്തിന്റെ പ്രശ്നമാണോ? അതെന്ത് സംഭവം? ഇറ്റ് ഇസ് ഹാലുസിനേഷൻ ആണോ? ഹാലുസിനേഷൻ ആണോ? പാമ്പിനെ കണ്ടിട്ട് കയറായി തോന്നിയാൽ ഇലൂഷൻ അല്ലേ? ഇല്ലേ? ആണല്ലേ? പറയണേ, ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ, തുടക്കമാണ് പറയണം. പാമ്പിനെ കണ്ടിട്ട് ഒരു കയറായിട്ട് തോന്നിയാൽ ഇലൂഷൻ ആണോ ഹാലൂസിനേഷൻ ആണോ? പാമ്പിനെ കണ്ടിട്ട് ഒരു കയറായിട്ട് തോന്നിയാൽ ഇലൂഷൻ ആണോ ഹാലൂസിനേഷൻ? ഇലൂഷൻ. ഇനി അതേ കയറിനെ കണ്ടിട്ട് പാമ്പായി തോന്നിയാലോ? അതേ കയറിനെ കണ്ടിട്ട് പാമ്പായി തോന്നി എന്തായിരിക്കും? പറയട്ടെ. ഇലൂഷൻ. ഇനി പാമ്പിനെ കണ്ടിട്ട് കയറാ തോന്നി എന്തായിരിക്കും? ഇനി പാമ്പിനെ കണ്ടിട്ട് കയറാ തോന്നിയാലോ? ഇലൂഷൻ. ഇനി ഇത് കയറിനെ കണ്ടിട്ട് പാമ്പായി തോന്നിയാലോ? ഇനി കയറിനെ കണ്ടിട്ട് പാമ്പായി തോന്നിയാലോ? മാറ്റി നിർത്തി ചോദിക്കുകയാണ്. ഇലൂഷൻ. അപ്പോ നമ്മുടെ മെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ മെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ്സ് മാനസിക ആരോഗ്യം എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ നമ്മുടെ ചുറ്റുപാടുമായിട്ട്, നമ്മുടെ വേൾഡുമായിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റിനെ വിളിക്കുന്ന പേരെന്താ? ഇപ്പോൾ നമ്മുടെ ചുറ്റുപാടുമായിട്ട്, നമ്മുടെ വേൾഡുമായിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റിനെ വിളിക്കുന്ന പേരെന്താ? എന്ത് വിളിക്കാം? മെന്റൽ ഹെൽത്ത് അല്ലേ? മെന്റൽ ഹെൽത്ത് അത് വെറും അഡ്ജസ്റ്റ്മെന്റ് മാത്രമാണോ? അത് വെറും അഡ്ജസ്റ്റ്മെന്റ് മാത്രമാണ്. നല്ല മാക്സിമം ഹാപ്പിനെസ്സും നല്ല മാക്സിമം എഫക്റ്റീവ്നെസ്സും കൊടുത്തുള്ള അഡ്ജസ്റ്റ്മെന്റ് അല്ലേ? അതിൽ ശരിയാണല്ലോ? നമ്മൾ മാക്സിമം അഡ്ജസ്റ്റ്മെന്റും മാക്സിമം ഹാപ്പിനെസ്സും നല്ല എഫക്റ്റീവ്നെസ്സും കൊടുത്തുള്ള അഡ്ജസ്റ്റ്മെന്റ് അല്ലേ നിങ്ങൾ എല്ലാവരും ചെയ്യുന്നത്? നിങ്ങളെല്ലാം ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങളുടെ ചുറ്റുപാടുമായിട്ട് നിങ്ങൾ വളരെയധികം മാക്സിമം ഹാപ്പിനെസ് ഉണ്ടാക്കാനല്ലേ എപ്പോഴും നോക്കുന്നത്?
ശരിയാണോ? ശരിയാണോ ഇല്ലയോ? ശരിയാണോ ഇല്ലയോ? ആണ്, ശരിയാണ്. ഈ പറഞ്ഞ ഹാപ്പിനെസ്സിന് അവിടെ വരുമ്പോൾ ഈ അഡ്ജസ്റ്റ്മെന്റിന് അവിടെ ഒരു പാളിച്ച വരുമ്പോഴല്ലേ ഇത് മെന്റൽ ഡിസോർഡർ ആയിട്ട് മാറുന്നത്. ഈ പറഞ്ഞ അഡ്ജസ്റ്റ്മെന്റിന് ഒരു പാളിച്ച വരുമ്പോൾ അവിടെയല്ലേ ഈ പറഞ്ഞത് മെന്റൽ ഡിസോർഡർ എന്ന കണ്ടീഷൻ വരുന്നത്. യെസ് ഓർ നോ? യെസ് ഓർ നോ? ശരിയല്ലേ? ആണ് ആണ്. അപ്പൊ ഇതൊരു ഡെഫിനിഷനായി. ഇത് ഒരു ഡെഫിനിഷൻ. ഇനി വേറൊരു ഡെഫിനിഷൻ ഉണ്ട്. ഇത് സിമ്പിളി എന്ത് പറയാം? ഇത് പോസിറ്റീവ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ് എന്ന് പറഞ്ഞുകൂടെ? നമുക്ക് സിമ്പിൾ ആയിട്ട് ഒരു ഡെഫിനിഷൻ കൂടെ പറയാൻ പറ്റും. ഇറ്റ്സ് എ പോസിറ്റീവ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ് അല്ലേ? അല്ലേ? ശരിയല്ലേ? 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 നമ്മൾ വളരെ പോസിറ്റീവായി ചിന്തിക്കുന്നു, വളരെ പോസിറ്റീവായിട്ട് അല്ലേ? നമ്മുടെ സൊസൈറ്റിയിൽ നമ്മൾ നല്ല രീതിയിൽ അവിടെ ഇടപെടാൻ വേണ്ടി നല്ല പോസിറ്റീവ് മൈൻഡിൽ ചിന്തിക്കാറുണ്ടോ നിങ്ങൾ? ഉണ്ടോ? നിങ്ങളുടെ സൊസൈറ്റിയുമായിട്ട് എന്താണ് അവിടെ ഇന്ററാക്ഷന് വേണ്ടി വളരെ പോസിറ്റീവായിട്ട് എപ്പോഴും ചിന്തിക്കാറുണ്ടോ? അങ്ങനെ ചിന്തിക്കെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ മെന്റൽ ഹെൽത്ത് ഓക്കെയാണ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ മെന്റൽ ഹെൽത്ത് ഓക്കെയാണ്. അങ്ങനെ ചിന്തിക്കാതെ വരുമ്പോഴാണ് പല പ്രശ്നങ്ങളും നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടാകുന്നത്. ഈസ് എ ക്ലിയർ? അപ്പൊ ഇത്രയും സമയം പറഞ്ഞത് ഇത് മെന്റൽ ഹെൽത്തിനെ കുറിച്ച് പറഞ്ഞു. ഇത്രയും സമയം ഞാൻ പറഞ്ഞ കാര്യം ഇത് മെന്റൽ ഹെൽത്തിനെ കുറിച്ച് മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായോ? ഈ പറഞ്ഞത് മെന്റൽ ഹെൽത്തിനെ കുറിച്ച് മനസ്സിലായല്ലോ. ഇനി അറിയേണ്ട കാര്യം എന്താണ് ദ മെന്റൽ ഇൽനെസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇത്രയും സമയം പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇത് മെന്റൽ ഹെൽത്തിനെ കുറിച്ച് പറഞ്ഞു. ഇനി അറിയേണ്ട കാര്യം ഇത് എന്താണ് ഈ പറഞ്ഞത് മെന്റൽ ഇൽനെസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൽനെസ് അതിന്റെ പച്ച മലയാളം വാക്കെന്താ? സൈക്യാട്രി പഠിക്കുമ്പോൾ നല്ല മലയാളത്തിൽ കുറെ എന്താണ് എക്സാമ്പിളോട് പഠിക്കുക. എന്താണ് എന്റെ ഒരു എന്താണ് എന്റെ രീതി? എന്താണ് ദ മെന്റൽ ഇൽനെസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇത് മാനസിക അസുഖമാണോ? മാനസിക അസുഖമാണോ? മാനസിക രോഗം മാനസിക രോഗം എന്ന് കേട്ടിട്ടുണ്ടായിരിക്കില്ലേ? മാനസികമായിട്ടുള്ള രോഗങ്ങൾ പിടിപെട്ടു ഉണ്ടോ? കമന്റ് ആണ്. സോ സിമ്പിളി പറഞ്ഞത് നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ അഡ്ജസ്റ്റ്മെന്റ് ആയിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ അത് അഡ്ജസ്റ്റ്മെന്റ് ആയിരുന്നില്ലേ? നമ്മൾ തൊട്ട് മുമ്പേ പഠിച്ചപ്പോൾ അത് അഡ്ജസ്റ്റ്മെന്റ് ആയിരുന്നു. പക്ഷെ ഇവിടെ എത്തുമ്പോൾ ഇൻ ദ മെന്റൽ ഇൽനെസ്സിൽ എത്തുമ്പോൾ അവിടെ അഡ്ജസ്റ്റ്മെന്റ് ആണോ? ഇൻ ദ മെന്റൽ ഇൽനെസ്സിലോട്ട് വരുമ്പോൾ അവിടെ അഡ്ജസ്റ്റ്മെന്റ് ആണോ? അല്ല, അവിടെ അഡ്ജസ്റ്റ്മെന്റ് ഇല്ല. പക്ഷെ എന്താ സംഭവം? എന്തായിരിക്കും ഒരു അൺസക്സസ്ഫുൾ അഡാപ്റ്റേഷൻ അല്ലേ? ആണോ? എന്തായിരിക്കും? എക്സ്റ്റേണൽ ആയിട്ട് ഓർ ഇന്റേണൽ ആയിട്ട് ഒരു അൺസക്സസ്ഫുൾ അഡാപ്റ്റേഷൻ ആണോ? അല്ലെങ്കിൽ ഡിസ്റ്റർബൻസ് ഇൻ ദ മൈൻഡ് എന്നും പറയാമോ? മൈൻഡ് ഒരു ഡിസ്റ്റർബൻസ് ഉണ്ട്, അത് അങ്ങനെയും പറയാമോ? ചോദിക്കും. അപ്പൊ എന്താണ് ഇപ്പൊ നിങ്ങൾക്ക് തന്നെ എടുക്കാം പല രീതിയിലുള്ള ചിന്തയിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് അറിയാം. ഉണ്ടോടെ പല ഫീലിങ്സ് വരാം. ഈ പറഞ്ഞ ബിഹേവിയറിലുള്ള മാറ്റം വരാം. ഈ പറഞ്ഞ പോസ്റ്ററിലുള്ള മാറ്റം വരാം. ശരിയായി ഉണ്ടായിട്ടുണ്ടോ അറിയില്ല? ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തുള്ള ആ ദേഷ്യം നിങ്ങൾ വീട്ടിൽ വന്ന് കാണിച്ചിട്ടുണ്ടോ? എപ്പോഴെങ്കിലും നിങ്ങൾ വർക്ക് ചെയ്യുന്നിടത്തുള്ള ദേഷ്യം ഈ പറഞ്ഞ നേരെ വന്ന് വീട്ടിൽ കാണിച്ചിട്ടുണ്ടോ? ഉണ്ടോടെ? എപ്പോഴെങ്കിലും നിങ്ങൾ ഈ പറഞ്ഞ ജോലി ചെയ്ത സ്ഥലത്തുള്ള ദേഷ്യം നിങ്ങൾ വീട്ടിൽ വന്ന് കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ പറഞ്ഞ അൺസക്സസ്ഫുൾ അഡാപ്റ്റേഷൻ അല്ലേ? ആ കാണിച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ വന്ന ആ ഒരു ദേഷ്യം കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് അൺസക്സസ്ഫുൾ അഡാപ്റ്റേഷൻ അല്ലേ? പുറത്തുള്ള എക്സ്റ്റേണൽ ആയിട്ടുള്ള ആ ഒരു സംഭവത്തിനെ വീട്ടിൽ കൊണ്ടുവന്ന് ആ ഒരു ദേഷ്യം അവിടെ തീർത്താൽ
ഇറ്റ്സ് അൺസക്സസ്ഫുൾ അഡാപ്റ്റേഷൻ ആണോ അല്ലയോ? ആണോ അല്ലയോ? ആണോ? വീട്ടിൽ കാണിക്കാറുണ്ടോ ആരെങ്കിലും? ചിലപ്പോൾ അടുത്തത് ഈ പറഞ്ഞ ഫിസിക്കലായിട്ട് കാണിക്കാം അല്ലെ? ഇത് ചിലപ്പോൾ ഫിസിക്കലായിട്ടും ചിലപ്പോൾ എന്താ നല്ല ദേഷ്യം കാണിക്കാറുണ്ട്. ശരിയല്ലേ? ഇവിടെ ഉണ്ട്. അപ്പൊ ഈ പറഞ്ഞ രണ്ട് ഡെഫിനിഷൻ കിട്ടിയോ? ഈ പറഞ്ഞ രണ്ട് ഡെഫിനിഷൻ കിട്ടിയോ? രണ്ട് ഡെഫിനിഷൻ കിട്ടിയ എല്ലാവർക്കും സിമ്പിൾ ആയിട്ട് പഠിക്കുന്നുണ്ടല്ലോ. ഇനി ഒരു കാര്യം കൂടെ പറയാം. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ കൂടെയാണ്. ഇത് നിങ്ങളുടെ ഈ പറഞ്ഞ മെന്റൽ ഇൽനെസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ തിങ്കിങ്ങിനുള്ള ആൾട്ടറേഷൻ ആണോ? മെന്റൽ ഇൽനെസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ തിങ്കിങ്ങിനുള്ള ആൾട്ടറേഷൻ ആണോ? ആണോ? മെന്റൽ ഇൽനെസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ചിന്തയിൽ വരുന്ന മാറ്റങ്ങളാണോ കുഞ്ഞുങ്ങളെ? തിങ്കിങ്ങിലുള്ള മാറ്റം, നിങ്ങളുടെ ചിന്തയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും ഈ പറഞ്ഞ മെന്റൽ ഇൽനെസ് പറയുമ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും തിങ്കിങ്ങിൽ ചിന്തയിൽ ഉണ്ടാകുന്ന ഈ പറഞ്ഞ മാറ്റങ്ങളെ നമുക്ക് എന്ത് പറയാം? മെന്റൽ ഇൽനെസ് അല്ലേ? ചില സമയം നിങ്ങൾ ഈ പറഞ്ഞ നല്ല മൂഡിലിരിക്കുന്ന സമയത്ത് ആ പറഞ്ഞ മൂഡിൽ വരുന്ന മാറ്റങ്ങൾ, ബിഹേവിയറിൽ വരുന്ന മാറ്റങ്ങൾ, ഇവയെല്ലാം വരുന്ന എവിടെയായിരിക്കും? ഇറ്റ്സ് അസോസിയേറ്റ് വിത്ത് എന്തിന്റെ അസോസിയേറ്റ് ആയിരിക്കും? ഇത് മെന്റൽ ഇൽനെസ് ആയിട്ടാണോ? ആണോ? കുറെ പേഴ്സണൽ ഡിസ്ട്രസ് ഒക്കെ വരുമ്പോൾ അതെല്ലാം കൂടെ എടുത്ത് കാണിക്കാറുണ്ട്. ഉണ്ടോ? അല്ലെങ്കിൽ നമുക്ക് ഇതിന് വേറെ എങ്ങനെ പറയാം? സിമ്പിൾ ആയിട്ട് എങ്ങനെ പറയാം? ഇറ്റ്സ് മാനസിക ആരോഗ്യം ഇല്ലായ്മയാണോ? പച്ച മലയാളം പറഞ്ഞാൽ നിങ്ങളുടെ ഈ പറഞ്ഞ മാനസിക ആരോഗ്യം അതിന്റെ ഇല്ലായ്മയാണോ ഈ പറഞ്ഞ മെന്റൽ ഇൽനെസ് എന്ന് പറയുന്നത്? സിമ്പിളാ ചോദിക്കുക. നിങ്ങളുടെ മാനസികാരോഗ്യം അതിന്റെ ഇല്ലായ്മയാണോ മെന്റൽ ഇൽനെസ് എന്ന് പറയുന്നത്? ചിലപ്പോ ഈ പറഞ്ഞ ചിന്തയിലുണ്ടാകും പ്രശ്നങ്ങൾ, ചിന്തയിൽ വരുന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഈ പറഞ്ഞ മൂഡിൽ വരുന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ബിഹേവിയറിൽ വരുന്ന പ്രശ്നങ്ങൾ, ഇതെല്ലാം അയാളുടെ പേഴ്സണൽ ഡിസ്ട്രസ് ആയി മാറിക്കൂടെ? മാറിക്കൂടെ? അപ്പൊ ഇങ്ങനെ വരുമ്പോൾ അതിനൊക്കെ ട്രീറ്റ് ചെയ്യണ്ടേ? ഇങ്ങനെ വരുമ്പോൾ അതിനെല്ലാം ട്രീറ്റ് ചെയ്യണം. സോ ഇതാണ് മെന്റൽ ഇൽനെസ് എന്ന് പറയുന്നത്. പച്ച മലയാളത്തിൽ പറഞ്ഞു. എല്ലാവരും ക്ലിയർ ആയോ? സിമ്പിൾ ആക്കാറില്ല. ചില സമയത്ത് ചിന്തയിൽ വരുന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഈ പറഞ്ഞ മൂഡിൽ വരുന്ന പ്രശ്നങ്ങൾ, ഓർ ബിഹേവിയറിൽ വരുന്ന പ്രശ്നങ്ങൾ, ഇതെല്ലാം കൂടെ ചെന്ന് വിളിക്കുക മെന്റൽ ഇൽനെസ് എന്ന് നമുക്ക് വിളിച്ചൂടെ? ഇനി വരുന്ന കാര്യമാണ് സൈക്യാട്രി എന്ന് പറഞ്ഞ എന്താ? ഇത്രയും പറഞ്ഞു. ഇനി വരുന്ന കാര്യമാണ് സൈക്യാട്രി എന്ന് പറഞ്ഞ എന്താ? ഞാൻ ആദ്യം എന്തൊക്കെ പറഞ്ഞു തന്നു? ഫസ്റ്റ് മെന്റൽ ഹെൽത്ത് എന്തെന്ന് പറഞ്ഞു തന്നു. അത് ക്ലിയർ ആയോ എല്ലാവർക്കും? ഫസ്റ്റ് ഈ പറഞ്ഞ മെന്റൽ ഹെൽത്ത് പറഞ്ഞു തന്നു. ക്ലിയർ ആയോ? സ്റ്റാർട്ടിംഗ് ആണ്. ക്ലിയർ ആയി. ഫസ്റ്റ് ഈ പറഞ്ഞ മെന്റൽ ഹെൽത്ത് എന്തെന്ന് പറഞ്ഞു തന്നു. രണ്ടാമതായിട്ട് മെന്റൽ ഇൽനെസ് എന്തെന്ന് പറഞ്ഞു തന്നു. ഈ രണ്ട് വാക്കുകളുടെ അർത്ഥം മനസ്സിലായോ? മെന്റൽ ഹെൽത്തും ആൻഡ് മെന്റൽ ഇൽനെസ് തമ്മിലുള്ള വ്യത്യാസം ക്ലിയർ ആയോ? എല്ലാവർക്കും ഇപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയോ? പറയട്ടെ എല്ലാരും പറ. യെസ് ഓർ നോ? എല്ലാരും പറഞ്ഞോ? എല്ലാവർക്കും ഈ പറഞ്ഞ മെന്റൽ ഹെൽത്തും ആൻഡ് മെന്റൽ ഇൽനെസും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? മെന്റൽ ഹെൽത്തും ആൻഡ് മെന്റൽ ഇൽനെസ് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായെങ്കിൽ നമുക്കിനി കിടക്കാം സൈക്യാട്രി എന്ന് പറഞ്ഞ എന്താ? സൈക്യാട്രി എന്ന് പറഞ്ഞാൽ എന്താ? സൈക്യാട്രി എന്ന് പറഞ്ഞാൽ എന്താ? ആർക്ക് പറയാം? സൈക്യാട്രി എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റഡിയാണോ? സൈക്യാട്രി എന്ന് പറഞ്ഞാൽ എന്താ സൈക്യാട്രി മീനിങ് എന്താ? സ്റ്റഡി. എന്തിന്റെ സ്റ്റഡിയാ? സ്റ്റഡി മാത്രമേ ഉള്ളൂ. അതിന്റെ ഡയഗ്നോസിസ് ഉണ്ടോ? സ്റ്റഡി ഉണ്ട്. അതിന്റെ കൂടെ എന്ത് കൂടെ ഉണ്ട്? ഡയഗ്നോസിസ് ഉണ്ടോ? സ്റ്റഡി ഉണ്ട്. അതിന്റെ കൂടെ ഈ പറഞ്ഞ ഡയഗ്നോസിസ് ഉണ്ട്. അതിന്റെ കൂടെ ട്രീറ്റ്മെന്റ് ഉണ്ടോ? അതുമുണ്ട്. സ്റ്റഡി ഉണ്ട്, ഡയഗ്നോസിസ് ഉണ്ട്, അതിന്റെ ട്രീറ്റ്മെന്റ് ഉണ്ട്. ശേഷം എന്തുണ്ടായിരിക്കും? And the prevention of the abnormalities or the mental abnormalities, the prevention കൂടെ ഉണ്ടോ? ഉണ്ട്. അപ്പൊ സ്റ്റഡിയും ഉണ്ട്, and the diagnosis ഉണ്ട്, and the ട്രീറ്റ്മെന്റിന്റെയും the branch of medicine നമ്മൾ വിളിക്കുന്ന പേരെന്താ? എന്ത് വിളിക്കാം?
ഒരു ദ മെന്റൽ അബ്നോർമാലിറ്റിയുടെ സ്റ്റഡിയും ആൻഡ് ദ ഡയഗ്നോസിസും ആൻഡ് ദ ട്രീറ്റ്മെന്റും ആൻഡ് ദ പ്രിവെൻഷനെയും എല്ലാം കൂടെ ചേർത്ത് നമ്മൾ പറയുന്ന പേരെന്താ? സൈക്യാട്രി എന്നാണോ? സൈക്യാട്രി എന്നാണോ? ആണാണോ? എപ്പോഴും ഓർമ്മിക്കേണ്ട കാര്യം ഇത് ഇവിടെ വരുമ്പോൾ ഇത് വെറും സ്റ്റഡി മാത്രമല്ല അല്ലേ, അതിന്റെ കൂടെ എന്തൊക്കെയുണ്ട്? സ്റ്റഡി കൂടെ എന്തൊക്കെയുണ്ട്? ഡയഗ്നോസ് ഉണ്ട്, ഡയഗ്നോസിനെ കുറിച്ച് പഠിക്കാറുണ്ട്, ആൻഡ് ട്രീറ്റ്മെന്റിനെ കുറിച്ച് പഠിക്കാറുണ്ട്, ആൻഡ് പ്രിവെൻഷനെ കുറിച്ചും പഠിക്കാറുണ്ട്. ഇതിന് എല്ലാം കൂടെ ചേർത്ത് നമ്മൾ വിളിക്കുന്ന പേരെന്താ? സൈക്യാട്രി എന്ന് വിളിച്ചൂടെ? സൈക്യാട്രി എന്ന് വിളിച്ചൂടെ? 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 പണ്ട് കോളേജിൽ പഠിക്കുമ്പോ എത്ര മാസം പോയി സൈക്യാട്രി പോസ്റ്റിങ്ങിന്? പണ്ട് കോളേജിൽ പഠിക്കുമ്പോ എത്ര മാസം പോയി സൈക്യാട്രി പോസ്റ്റിങ്ങിന്? എത്ര മാസം പോയി? 2 മാസം പോയോ? 2 മാസം പോയോ? 2 മാസം പോയോ? 2 മാസം പോയോ? എല്ലാവരും 2 മാസം വെച്ച് പോയോ അവിടെ? 2 മാസം പോയോ അവിടെ പോയപ്പോൾ അതൊരു സെപ്പറേറ്റ് ലോകമായിരുന്നു. ആ പോയ സ്ഥലം ഒരു സെപ്പറേറ്റ് ലോകമായിരുന്നു. ആ പോയപ്പോൾ അവിടെ ഒരു സെപ്പറേറ്റ് ലോകം തന്നെയായിരുന്നില്ലേ? അല്ലേടെ? ഇപ്പൊ 1-2 മാസം ആയാലും അതൊരു സെപ്പറേറ്റ് ലോകം തന്നെയായിരുന്നില്ലേ? ആ ഒരു ലോകത്തേക്കാണ് നമ്മൾ ഇവിടെ പഠിച്ചു തുടങ്ങുന്നത്. സ്റ്റാർട്ടിങ് ആണ്. കറക്റ്റ് 10 മാർക്ക് ഇവിടെ കണ്ണു അടച്ചുകൊണ്ട് കിട്ടും. ഓക്കെ 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 അല്ലേ? ഓക്കെ അല്ലേ? സോ എന്താ അപ്പൊ നമ്മൾ ഏറ്റവും ഇറ്റ് ഈസ് ഇൻട്രൊഡക്ഷൻ കണ്ടില്ലേ? ഏറ്റവും നമുക്ക് ഇറ്റ്സ് ഇൻട്രൊഡക്ഷൻ കണ്ടു. ഇനി അറിയേണ്ട കാര്യം ഇപ്പോൾ എല്ലാവരും ഈ പറഞ്ഞ ദ ലെവൽസ് ഓഫ് പ്രിവെൻഷൻ കേട്ടിട്ടുണ്ടോ? എല്ലാവരും ഈ പറഞ്ഞ ദ ലെവൽസ് ഓഫ് പ്രിവെൻഷൻ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? അത് കമ്മ്യൂണിറ്റി കേട്ടിട്ടുണ്ട് അല്ലേ? ഉണ്ടോടെ? കമ്മ്യൂണിറ്റിയിൽ ഈ പറഞ്ഞ ദ ലെവൽസ് ഓഫ് പ്രിവെൻഷൻ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ സൈക്യാട്രിയിലോട്ട് വരുമ്പോഴും ഇത് മെന്റൽ ഡിസോർഡറിന്റെ ഈ പറഞ്ഞ ദ ലെവൽസ് ഓഫ് പ്രിവെൻഷനെ കുറിച്ച് പഠിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് ഇറ്റ്സ് മെന്റൽ ഇൽനെസിന്റെ ദ ലെവൽസ് ഓഫ് പ്രിവെൻഷനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ തുടങ്ങാൻ പോകുന്നത്. അവിടെ ആദ്യം അറിയേണ്ട കാര്യം ഈ പറഞ്ഞ ദ ലെവൽസ് ഓഫ് പ്രിവെൻഷനെ കുറിച്ച് ആദ്യം പറഞ്ഞ ആരാ? ദ സൈക്യാട്രിയുടെ ദ ലെവൽസ് ഓഫ് പ്രിവെൻഷനെ കുറിച്ച് ആദ്യം പറഞ്ഞ ആളുടെ പേരറിയാമോ? ആർക്കും ഓർമ്മയുണ്ടോ? ആർക്കും ഉണ്ടോ? ആർക്കും ഓർമ്മയുണ്ടോ? ആർക്കെങ്കിലും പറയണേ, ആർക്കറിയാമോ? ആർക്കെങ്കിലും അറിയാമോ? ദ സൈക്യാട്രി ഇൻ ദ ലെവൽസ് ഓഫ് പ്രിവെൻഷനെ കുറിച്ച് പറഞ്ഞ ഒരാളുണ്ട്. ആരെങ്കിലും ജെറാൾഡ് ദ കെപ്ലിൻ എന്ന് കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും ജെറാൾഡ് ദ കെപ്ലിൻ എന്ന് കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ലേ? അത് ഈ പറഞ്ഞ ദ ജർമ്മൻ സൈക്കോളജിസ്റ്റ് ആയിരുന്നു. അദ്ദേഹമാണ് ആദ്യമായിട്ട് ഈ പറഞ്ഞ ദ ലെവൽസ് ഓഫ് പ്രിവെൻഷനെ കുറിച്ച് സൈക്യാട്രി ലെവൽസ് ഓഫ് പ്രിവെൻഷനെ കുറിച്ച് 1960 ആരും കേട്ടിട്ടില്ല പേര്? കേരള പീസിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു. കേരള പീസിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പറഞ്ഞു തരാം. ജെറാൾഡ് കെപ്ലിനെ കുറിച്ച് ആരും കേട്ടിട്ടില്ലേ? ആരും കേട്ടിട്ടുണ്ടോ? കെപ്ലിൻ ഉണ്ടോ? പറയും ചെറവറ പറയും. ആരും കേട്ടിട്ടുണ്ടോ? ആരെയും കേട്ടിട്ടുണ്ടോ? ഇല്ല, ആരും കേട്ടിട്ടില്ല. ഇനി ഇങ്ങോട്ട് കേൾക്കും. ലെവൽസ് ഓഫ് പ്രിവെൻഷനെ കുറിച്ച് സൈക്യാട്രിയിൽ ഈ പറഞ്ഞ ലെവൽസ് ഓഫ് പ്രിവെൻഷനെ കുറിച്ച് ഫസ്റ്റ് പറഞ്ഞ ആളുടെ പേരേതാ? ചോദിക്കും. ആരെ പേരെഴുതും? സൈക്യാട്രിയിൽ ആദ്യമായിട്ടൊരു ഈ പറഞ്ഞ മെന്റൽ ഡിസോർഡറിന്റെ ദ ലെവൽസ് ഓഫ് പ്രിവെൻഷനെ കുറിച്ച് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞ ആളുടെ പേരെന്താ? ചോദിച്ചാൽ എന്തെഴുതും? ജെറാൾഡ് കെപ്ലിൻ. മറക്കോ ചോദിക്കും. ഈ പറഞ്ഞ മെന്റൽ ഡിസോർഡറിന് സ്പെസിഫിക് ആയിട്ട് ഈ പറഞ്ഞ ലെവൽസ് ഓഫ് പ്രിവെൻഷൻ ഉണ്ടെന്ന് ആദ്യമായിട്ട് പറഞ്ഞ ആളുടെ പേര് ചോദിച്ചാൽ എന്തെഴുതും? മിക്കവാറും ആൾക്കാർ ഇതിന്റെ ലെവൽസ് ഓഫ് പ്രിവെൻഷൻ കേൾക്കുമ്പോൾ കമ്മ്യൂണിറ്റിയിലോട്ട് പോകാതെ ഇങ്ങോട്ട് വരിക.
സൈക്യാട്രിയിൽ ദ ലെവൽസ് ഓഫ് പ്രിവെൻഷനെ കുറിച്ച്, ഇൻ ദ മെന്റൽ ഡിസോർഡറിന്റെ ദ ലെവൽസ് ഓഫ് പ്രിവെൻഷനെ കുറിച്ച് ആദ്യം പറഞ്ഞ ആളുടെ പേര് ചോദിച്ചാൽ എന്തെഴുതും? ഇറ്റ് ഇസ് ദ ജെറാൾഡ് ദ കെപ്ലിൻ എന്ന് ഓർമ്മിക്കോ. 1960-ലാണ്. 1960-ലാണ്. ഒരു പേര് പഠിച്ചോ എല്ലാരും? ഒരു പേര് പഠിച്ചോ? ഒരു പേര് പഠിച്ചോ? പഠിച്ചു. ഒരു പേരും പഠിച്ചു. സൈക്യാട്രിയിൽ ആരാണ് ദ ലെവൽസ് ഓഫ് പ്രിവെൻഷനെ കുറിച്ച് പറഞ്ഞ ആളുടെ പേരെല്ലാവരും പഠിച്ചു. അപ്പൊ ആരാ ദ ഫാദർ ഓഫ് സൈക്യാട്രി? ആരാ ഫാദർ ഓഫ് സൈക്യാട്രി? ഫാദർ ഓഫ് സൈക്യാട്രി ആരാടെ? അസേപ്പിഡിസ് അല്ലേ? അല്ലേ? ഫാദർ ഓഫ് സൈക്യാട്രി ആരാടെ? അസേപ്പിഡിസ് ആണോ? അത് ഫിലിപ്പ് ആണോ? ആർക്ക് പറയാം? ഫാദർ ഓഫ് സൈക്യാട്രി. തെറ്റിക്കരുത്. ഫാദർ ഓഫ് സൈക്യാട്രി അസേപ്പിഡിയസ്. ഫാദർ ഓഫ് സൈക്യാട്രി ആരാ? അസേപ്പിഡിയസ് വിളിക്കുക അല്ലേ? ഫാദർ ഓഫ് സൈക്യാട്രി ആരും ചോദിച്ചാൽ ആരെഴുതും? അസേപ്പിഡിയസ്. ഇനി ആരാ ഫാദർ ഓഫ് അമേരിക്കൻ സൈക്യാട്രി? ഫാദർ ഓഫ് അമേരിക്കൻ സൈക്യാട്രി നിങ്ങളൊരു സിനിമ കണ്ടിട്ടുണ്ട്, ദ കുഞ്ചാക്കോ ബോബന്റെ അഞ്ചാം പാതിര എന്നൊരു സിനിമയിൽ സ്പെസിഫിക് ആയിട്ട് പറയുന്നൊരു പേരുണ്ട്. ദ ബെഞ്ചമിൻ റഷ് ആണോ? ദ ബെഞ്ചമിൻ റഷ് ആണോ? ഫാദർ ഓഫ് അമേരിക്കൻ സൈക്യാട്രി ചോദിച്ചാൽ പേര് എന്തെഴുതും? ഇറ്റ്സ് ദ ബെഞ്ചമിൻ റഷ്. ആരെങ്കിലും സിനിമ കണ്ടിട്ടുണ്ടോ? സ്റ്റാർട്ടിങ് തന്നെ പറയുന്നുണ്ട്. ആ സിനിമയിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറയുന്നുണ്ട് ഈ പറഞ്ഞ ബെഞ്ചമിൻ റഷിനെ കുറിച്ച് സ്പെസിഫിക് ആയിട്ട് അവിടെ പറയുന്നുണ്ട്. ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും ആ സിനിമ കണ്ടിട്ടുണ്ടോ? അഞ്ചാം പാതിര ഉണ്ടോ അവിടെ? എവിടെ സിനിമ? ജോലിക്ക് പോകാൻ സമയമില്ല. ജോലിക്ക് പോകണം, പഠിക്കണം, വീട്ടിലെ കാര്യം നോക്കണം, പിന്നെയല്ലേ സിനിമ അല്ലേ? ജോലിക്ക് പോകണം, പഠിക്കണം, എല്ലാം ചെയ്യണം, പിന്നെ എപ്പോ സിനിമ ആണ് സാർ? അതല്ലേ അല്ലേ? ആണ്. ഇൻ ദ കമ്മ്യൂണിറ്റിയിൽ എത്ര ലെവൽസ് ഓഫ് പ്രിവെൻഷൻ ഉണ്ട്? ഇൻ ദ കമ്മ്യൂണിറ്റി പഠിച്ചപ്പോൾ അവിടെ എത്ര ലെവൽസ് ഓഫ് പ്രിവെൻഷൻ ഉണ്ട്? ആർക്ക് പറയാം? ഇൻ ദ കമ്മ്യൂണിറ്റി പഠിച്ചപ്പോൾ അവിടെ 4. ഏതൊക്കെയാണ്? ദ പ്രൈമോഡിയൽ, ദ പ്രൈമറി, സെക്കൻഡറി ആൻഡ് ദ ടെറിഷറി. കമ്മ്യൂണിറ്റിയിൽ നമ്മൾ എത്ര ലെവൽസ് ഓഫ് പ്രിവെൻഷൻ? 4 എണ്ണം. പ്രൈമോഡിയൽ, പ്രൈമറി, സെക്കൻഡറി ആൻഡ് ദ ടെറിഷറി. ഇവിടെ വരുമ്പോൾ സൈക്യാട്രി എത്തുമ്പോൾ സൈക്യാട്രിയിലുണ്ട് ദ ലെവൽസ് ഓഫ് പ്രിവെൻഷൻ ഉണ്ട്. ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് എത്ര ലെവൽസ് ഓഫ് പ്രിവെൻഷൻ ഉണ്ട് സൈക്യാട്രിയിൽ? ദ 3 ലെവൽസ് ഓഫ് പ്രിവെൻഷൻ. സൈക്യാട്രി എത്തുമ്പോൾ അവിടെ വരുന്ന ലെവൽസ് ഓഫ് പ്രിവെൻഷൻ എത്രയുണ്ട്? 3 ലെവൽസ് ഓഫ് പ്രിവെൻഷൻ ആണ് സൈക്യാട്രിയിൽ ഉള്ളത്. ചോദിക്കും സൈക്യാട്രിയിൽ ടോട്ടൽ എത്ര ലെവൽസ് ഓഫ് പ്രിവെൻഷൻ ഉണ്ട്? 3 എണ്ണം. സൈക്യാട്രി ആണെങ്കിൽ 3, ആൻഡ് ദ കമ്മ്യൂണിറ്റി ആണെങ്കിലോ? കമ്മ്യൂണിറ്റിയിലാണെങ്കിൽ 4 അല്ലേ? കമ്മ്യൂണിറ്റിയിലാണെങ്കിൽ 4, സൈക്യാട്രിയിലാണെങ്കിൽ 3 എണ്ണം ഉണ്ട്. പേരറിയാമോ? ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ കമ്മ്യൂണിറ്റി പഠിക്കുമ്പോൾ 4 അല്ലേ? പ്രൈമോഡിയൽ, പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി. പക്ഷെ ഇവിടെ എത്തുമ്പോൾ സൈക്യാട്രിയിൽ ഒട്ടെത്തുമ്പോൾ അവിടെ ഒരാളില്ല. ആരായിരിക്കും? ആർക്ക് പറയാം? ഇത്രയും കമ്മ്യൂണിറ്റി പഠിച്ച 4 പേരിൽ ഇത് പ്രൈമോഡിയൽ ആണോ, ഓർ ദ പ്രൈമറി ആണോ, സെക്കൻഡറി ആണോ, ഓർ ദ ടെറിഷറി ആണോ സൈക്യാട്രി ഇല്ലാത്തത്? ആർക്ക് പറയാം? ഇമ്പോർട്ടന്റ് ആണ്. ആർക്ക് പറയാം? ആരില്ലായിരിക്കും? പറയട്ടെ. പ്രൈമോഡിയൽ ഇല്ല അല്ലേ? ഇവിടെ എത്തുമ്പോൾ ദ പ്രൈമോഡിയൽ ഇല്ല. സൈക്യാട്രിയിലോട്ടെത്തുമ്പോൾ ഇൻ ദ ലെവൽസ് ഓഫ് പ്രിവെൻഷൻ ആരില്ല? പ്രൈമോഡിയൽ ഇല്ല. പ്രൈമോഡിയൽ എന്താ കാരണം? അത് പ്രൈമോഡിയൽ എന്ന് പറയുമ്പോൾ എന്റെ ആ പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താ? ഒരു അസുഖം വരുന്നതിന്റെ തൊട്ട് മുമ്പേ പ്രിവെന്റ് ചെയ്യുന്നതാണോ? ഈ പറഞ്ഞ പ്രൈമോഡിയൽ എന്ന് പറയുന്നത് ഒരു അസുഖം വരുന്നതിന്റെ തൊട്ട് മുൻപേ പ്രിവെന്റ് ചെയ്യുന്നതാണ് പ്രൈമോഡിയൽ എന്ന് പറയുന്നത്. ആണോ? പ്രൈമോഡിയൽ എന്ന് പറയുമ്പോൾ ഒരസുഖത്തിന്റെ പറഞ്ഞ ഡിസീസിന്റെ ഒക്കറൻസ് തൊട്ട് മുമ്പേ പ്രിവെന്റ് ചെയ്യുന്നതാണോ ദ പ്രൈമോഡിയൽ എന്ന് പറയുന്നത്? പറയടേ, യെസ് ഓർ നോ? ചറവ പറഞ്ഞേ. ആണ്. അത് നമുക്ക് ഈ പറഞ്ഞ സൈക്യാട്രിയിൽ പറ്റോ? അത് സൈക്യാട്രിയിൽ പറ്റോ?
ഇല്ല, സൈക്യാട്രിയിൽ പ്രൈമോഡിയൽ പറ്റത്തില്ല. ഈ അസുഖം വരുന്ന ഒരാൾക്ക് എപ്പോഴും ഗുളിക കൊടുത്തോണ്ടിരിക്കാൻ പറ്റൂടെ? പറ്റോ? എങ്കിൽ പിന്നെ എപ്പോഴേ കിട്ടി, എല്ലാവർക്കും കിട്ടും അല്ലേ? പറഞ്ഞ പറ്റും, അങ്ങനെ പഠിക്കുക, ചോദിക്കും. ഇല്ലല്ലോ, പറ്റത്തില്ല. അപ്പൊ എത്ര ലെവൽസ് ഓഫ് പ്രിവെൻഷൻ സൈക്യാട്രി? സൈക്യാട്രി നോക്കുക സംവിധാനം 3 ലെവൽസ് ഓഫ് പ്രിവെൻഷൻ ഉണ്ട്. അവിടെ വരുമ്പോൾ ഫസ്റ്റ് വരുന്ന ആളുടെ പേരെന്തായിരിക്കും? ദ ഫസ്റ്റ് ലെവൽ ഓഫ് പ്രിവെൻഷൻ ആരായിരിക്കും? പ്രൈമറി പ്രിവെൻഷൻ. ഫസ്റ്റ് വരുന്ന ആളുടെ പേരെന്തായിരിക്കും? ദ പ്രൈമറി പ്രിവെൻഷൻ. ഇത് എന്താണ് നമ്മൾ ഇതിന്റെ പ്രൈമറി പ്രിവെൻഷനിൽ സൈക്യാട്രിയിൽ എന്ത് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇൻ ദ പ്രൈമറി പ്രിവെൻഷൻ ഇവിടെ നമ്മൾ എന്തിന്റെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? ഇത് ആരാ പറഞ്ഞത്? നമ്മൾ കുറച്ചും പേര് പഠിച്ചില്ലേ? അദ്ദേഹമാണ് ഈ പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെറഷറി എന്ന് പറഞ്ഞത്. നമ്മൾ തൊട്ടും ഒരു പേര് പഠിച്ച ഓർമ്മയുണ്ടോ? കെപ്ലിൻ, ദ ജെറാൾഡ് കെപ്ലിൻ. അദ്ദേഹമാണ് ഇതിനെ പ്രൈമറി എന്നും സെക്കൻഡറി എന്നും ആൻഡ് ടെറഷറി എന്നും ഡിഫൈൻ ചെയ്ത്. അവിടെ വരുമ്പോൾ ദ പ്രൈമറി എന്ന് പറയുന്നത് അവിടെ എന്തിനാണ്? ദ പ്രൈമറി പ്രിവെൻഷൻ അവിടെ എന്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? ആർക്ക് പറയാം? ഒരു ചെറിയൊരു സാമ്പിൾ ഇട്ട് തരാം. ഇപ്പൊ നമ്മൾ കമ്മ്യൂണിറ്റി എടുക്കുമ്പോൾ അവിടെ ഒരു വാക്കുണ്ട്, ഇൻസിഡൻസ്. വാക്ക് കേട്ടിട്ടുണ്ടോ? നമ്മൾ കമ്മ്യൂണിറ്റി പഠിക്കുമ്പോൾ അവിടെ എപ്പോഴും കേൾക്കുന്ന ഒരു വാക്കുണ്ട്, ഇൻസിഡൻസ്. കേട്ടിട്ടുണ്ടോ? അവിടെ ഉണ്ടോ? ഏർലി ഡിറ്റക്ഷൻ, ശരിയല്ലേ? അവിടെ ഏർലി ഡിറ്റക്ഷൻ അല്ലേ? അപ്പോൾ പ്രൈമറി പ്രിവെൻഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? അപ്പോൾ അത് വച്ച് പറഞ്ഞ പ്രൈമറി പ്രിവെൻഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു മെന്റൽ ഡിസോർഡറിന്റെ ഇൻസിഡൻസ് കുറയ്ക്കാൻ, പുതിയ കേസുകൾ ഉണ്ടാകുന്നത് കുറയ്ക്കാൻ നമുക്ക് എങ്ങനെ പറ്റുമെന്നല്ലേ പ്രൈമറി പ്രിവെൻഷൻ എന്ന് പറയുന്നത്. ഒരു മെന്റൽ ഡിസോർഡറിന്റെ ഇൻസിഡൻസ് കുറയ്ക്കാൻ, അവിടെ പുതിയ കേസുകൾ ഉണ്ടാകുന്നത് കുറയ്ക്കാൻ നമുക്ക് എങ്ങനെ പറ്റും എന്നതിൽ നമ്മൾ നോക്കുന്നത്. പറഞ്ഞേ ഒരു പുതിയ കേസ് ഉണ്ടാകാതിരിക്കും നമുക്ക് എങ്ങനെ പറ്റും എന്നല്ലേ നമ്മൾ ഇന്ന് പ്രൈമറി പ്രിവെൻഷനിൽ നോക്കുന്നത്. ഒരു പുതിയ കേസ് ഉണ്ടാകുന്നത് കുറയ്ക്കണം, പുതിയ കേസുകൾ ഉണ്ടാകുന്നത് കുറയ്ക്കണം. വളരെ സിമ്പിൾ ആണ്. ഇവിടെ ചോദ്യം സ്പെസിഫിക് ആയിട്ട് ചോദിച്ചത് ഈ പറഞ്ഞ പ്രൈമറി പ്രിവെൻഷൻ ഉദ്ദേശം എന്താണ്? ഈ ക്വസ്റ്റ്യൻ ഇവിടെ നിന്ന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഈ പറഞ്ഞ പ്രൈമറി പ്രിവെൻഷന്റെ എയിം എന്താണ്? ഗോൾ എന്താണ്? ഇപ്പൊ പറഞ്ഞത് കാര്യമാണ്. ഇവിടെ കേരള പീസ് സ്റ്റാഫ് നേഴ്സ് എക്സാമിന് ചോദിച്ചൊരു ചോദ്യമായിരുന്നു, ഇൻ ദ പ്രൈമറി പ്രിവെൻഷൻ ഇവിടുത്തെ മെയിൻ ഗോൾ എന്താ? മെന്റൽ ഡിസോർഡറിന്റെ ഇൻസിഡൻസ് കുറയ്ക്കണം. ശരിയാണോ? ദ പ്രൈമറി പ്രിവെൻഷൻ നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് എന്തിനാണ്? മെന്റൽ ഡിസോർഡറിന്റെ ഇൻസിഡൻസ് കുറയ്ക്കണം എന്നാണ് ഇൻ ദ പ്രൈമറി പ്രിവെൻഷൻ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ആണോ? അതേ വാക്ക്, ഇത് കഴിഞ്ഞൊരു വാക്ക് നമ്മൾ ഒരു കമ്മ്യൂണിറ്റി പഠിക്കും. ആരെങ്കിലും നമ്മൾ കമ്മ്യൂണിറ്റിയിൽ ഈ പറഞ്ഞ ഇൻസിഡൻസ് കുറച്ചിട്ടാണ് ദ ഹെൽത്ത് പ്രൊമോഷൻ എന്ന വാക്ക് ഓർമ്മയുണ്ടോ? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? കമ്മ്യൂണിറ്റിയിൽ ഈ ഒരു ഭാഗം പഠിക്കുമ്പോൾ അവിടെ ഒരു വാക്കുണ്ട്, ഹെൽത്തിന്റെ പ്രൊമോഷൻ വാക്ക് ഓർമ്മയുണ്ടോ? ആർക്കെങ്കിലും കമ്മ്യൂണിറ്റിയിൽ ആരും കേട്ടിട്ടുണ്ടോ? ഹെൽത്തിന്റെ പ്രൊമോഷൻ ആരെയും ഓർമ്മ വന്നോടെ? അപ്പോൾ മെന്റൽ ഹെൽത്തിന് ഇൻസിഡൻസ് കുറയ്ക്കുക. അതുപോലെ തന്നെ ഇവിടെ എന്തുകൂടെ ഉണ്ടായിരിക്കും? ഹെൽത്ത് പ്രൊമോഷനും കൂടെ വേണ്ടേ? ഇൻസിഡൻസ് കുറയ്ക്കുക, അതിന്റെ കൂടെ തന്നെ എന്തുകൂടെ വേണം? ഹെൽത്ത് പ്രൊമോട്ട് കൂടെ ചെയ്യണ്ടേ? സോ ഇതെല്ലാം വരുന്ന എവിടെ? ഇൻ ദ പ്രൈമറി പ്രിവെൻഷൻ ആണോ? ഇതെല്ലാം വരുന്ന എവിടെയാ? ഇൻ ദ പ്രൈമറി പ്രിവെൻഷൻ ആണോ? ആണ്. യെസ്. ഇതെല്ലാം പഠിക്കുമ്പോഴേ സൈക്യാട്രി പഠിക്കുമ്പോൾ ബാക്കി എല്ലാ സബ്ജക്റ്റും മറക്കണം കേട്ടോ. അതായത് ഇത് പഠിക്കുമ്പോൾ മൊത്തം ഇതിൽ ഫോക്കസ് ചെയ്യണം. ഇത് പഠിക്കുമ്പോൾ സൈക്യാട്രി പഠിക്കുമ്പോൾ എന്താണ് ബാക്കി എല്ലാത്തിനെയും ഫോക്കസ് കുറച്ച് സൈക്യാട്രി കുറിച്ച് കൂടുതൽ ഇമ്പോർട്ടൻസ് പഠിക്കണ്ടേ? അപ്പൊ പഠിക്കണം. അപ്പൊ എന്താണ് ഫസ്റ്റ് കുറേ കാര്യം പറഞ്ഞു തന്നു.
ഇനി രണ്ട് കാര്യമുണ്ട്. ഇതേ സമയത്ത് നമ്മൾ ഈ പറയുന്ന ഇൻസിഡൻസ് കുറയ്ക്കുമ്പോഴും ആ പറയുന്ന ഇൻഡിവിജ്വലിനെയും ആൻഡ് ദ ഫാമിലിയുടെയും സ്ട്രെങ്തൻ ചെയ്യാറുണ്ടോ? ഇപ്പൊ നിങ്ങളൊരു ഒരു സൈക്യാട്രി എടുത്ത് പോകുന്ന സമയത്ത് അവിടെ ദ ഫാമിലി സപ്പോർട്ട് കൂടുതൽ ഉണ്ടായിരിക്കും. ഫാമിലി സപ്പോർട്ട് കൂടുതൽ ഉണ്ടായിരിക്കണമല്ലോ, ശരിയല്ലേ? ദ ഫാമിലി സപ്പോർട്ട് കൂടുതൽ വേണ്ടേ? ദ ഫാമിലി സ്ട്രെങ്ത് ഇമ്പോർട്ടന്റ്, അത് ഇമ്പോർട്ടന്റ് ആണ്. സ്ട്രെങ്തനിങ് ഓഫ് ഫാമിലി കൂടെ അത്യാവശ്യമാണ്. പിന്നെ എന്തെങ്കിലും ഉണ്ടോ? വേറെ എന്തെങ്കിലും ഉണ്ടോ? കമ്മ്യൂണിറ്റി പഠിക്കും പോലെ വേറെ എന്തെങ്കിലും ഉണ്ടോ ഇവിടെ? കമ്മ്യൂണിറ്റി പഠിക്കുമ്പോൾ ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കണോ? ആർക്ക് കൊടുക്കും? കമ്മ്യൂണിറ്റി പഠിക്കുമ്പോൾ ഹെൽത്ത് എഡ്യൂക്കേഷൻ ഇവിടെ ആർക്ക് കൊടുക്കും? അവിടുത്തെ പേഷ്യന്റ് കൊടുക്കോ, പേഷ്യന്റ് ഫാമിലി മെമ്പേഴ്സ് കൊടുക്കോ? പേഷ്യന്റിന് കൊടുക്കോ, പേഷ്യന്റ് ഫാമിലി മെമ്പേഴ്സിന് കൊടുക്കോ? ഹെൽത്ത് എഡ്യൂക്കേഷൻ ഇവിടെ ആർക്ക് കൊടുക്കും? നിങ്ങൾ പേഷ്യന്റ് കൊടുക്കോ, ഫാമിലി മെമ്പേഴ്സിന് കൊടുക്കൂടെ? ഫാമിലി മെമ്പേഴ്സിന് കൊടുക്കുമല്ലേ? ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കല്ലേ? ഫാമിലി മെമ്പേഴ്സ് തമ്മിലുള്ള എന്താണ് ആ ഒരു ചുറ്റുപാട്, എൻവയോൺമെന്റ് എല്ലാം കൂട്ടാൻ വേണ്ടി, എമോഷണൽ സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി ഹെൽത്ത് എഡ്യൂക്കേഷൻ കൂടെ കൊടുക്കും. സോ ദ പ്രൈമറി പ്രിവെൻഷൻ എന്ന് ഉദ്ദേശിക്കുക എന്താ? ഇൻസിഡൻസ് ഓഫ് ദ മെന്റൽ ഡിസോർഡർ കുറയ്ക്കുക. എല്ലാവരും കിട്ടിയോ? ദ പ്രൈമറി പ്രിവെൻഷൻ എന്ന് പറയുമ്പോൾ സൈക്യാട്രിയിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇൻസിഡൻസ് കുറയ്ക്കണം. ദ മെന്റൽ ഡിസോർഡറിന്റെ ഇൻസിഡൻസ് കുറയ്ക്കുക എന്നാണ് ദ പ്രൈമറി പ്രിവെൻഷൻ പറയുന്നത്. എല്ലാവർക്കും പ്രൈമറി പ്രിവെൻഷൻ കിട്ടിയോ? സൈക്യാട്രിയിലെ പ്രൈമറി കിട്ടിയോടെ? ഇൻസിഡൻസ് കുറയ്ക്കണം. മെന്റൽ ഡിസോർഡർ ഇൻസിഡൻസ് കുറയ്ക്കണം എന്ന വാക്ക് ഓർമ്മയിരിക്കോ? ആ ഒരു വാക്ക് മാത്രം ഓർമ്മയ്ക്കോടെ? ഇൻസിഡൻസ് കുറയ്ക്കണം. എപ്പോഴും ഫോക്കസ് ചെയ്യുന്നതായിരിക്കും ഇവിടെ, എപ്പോഴും ഇന്ന് പ്രൈമറിയിൽ ഫോക്കസ് ചെയ്യുന്നതായിരിക്കും ഇൻസിഡൻസ് കുറയ്ക്കാനാണെന്ന കാര്യം മറക്കരുത്. ഇനി അടുത്ത പോകുന്ന എങ്ങോട്ടാ? സെക്കൻഡറി പ്രിവെൻഷനിലോട്ട് പോവുകയാണ്. അടുത്ത് എങ്ങോട്ടാ പോകുന്നത്? സെക്കൻഡറി പ്രിവെൻഷനിൽ എത്തുമ്പോൾ എന്തായിരിക്കും ഇവിടുത്തെ ഉദ്ദേശം? സെക്കൻഡറി പ്രിവെൻഷനിൽ എന്തായിരിക്കും ഉദ്ദേശം? ആർക്ക് പറയാം? സെക്കൻഡറി പ്രിവെൻഷൻ അവിടെ എന്തിനാ? ഏറ്റവും വലിയ ഗോൾ എന്താ? എന്താ എയിം എന്താ? സെക്കൻഡറി പ്രിവെൻഷനിൽ എത്തുമ്പോൾ അവിടെ എന്തിനു എയിം ചെയ്യും? ആർക്ക് പറയാം? സെക്കൻഡറി പ്രിവെൻഷനിലോട്ട് വരുമ്പോൾ അവിടെ എന്തായിരിക്കും ഏറ്റവും വലിയ ഗോൾ? എന്തായിരിക്കും ഗോൾ? എന്താ ഇവിടെ എയിം ചെയ്യുന്നത്? ആ ഡിസോർഡറിന്റെ ഡ്യൂറേഷൻ കുറയ്ക്കുക എന്നല്ലേ? ആ ഒരു ഡിസോർഡറിന്റെ ആ ഒരു പേഷ്യന്റ് ഉണ്ടാവുന്ന സൈക്യാട്രിക് ഡിസോർഡറിന്റെ ഡ്യൂറേഷൻ കുറയ്ക്കുക, ആ ഒരു കാലയളവ് കുറയ്ക്കുക എന്നാണ് സെക്കൻഡറി പ്രിവെൻഷൻ പറയുന്നത്. സൈക്യാട്രിയിൽ സെക്കൻഡറി പ്രിവെൻഷൻ എന്ന് പറയുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഈ പറഞ്ഞ മെന്റൽ ഡിസോർഡറിന്റെ ഡ്യൂറേഷൻ കുറയ്ക്കുക എന്നാണ് പറയുന്നത്. കിട്ടിയോ? ഇതേ സംഭവം ഇന്ന് കമ്മ്യൂണിറ്റി എന്താ പറയുന്നത്? ഇതേ സംഭവം കമ്മ്യൂണിറ്റി എന്താ പറയുന്നത്? ആർക്ക് പറയാം? ഇന്ന് കമ്മ്യൂണിറ്റി സെക്കൻഡറി പ്രിവെൻഷൻ എന്താ? ഏർലി ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് ആണോ? ഏർലി ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് ആണോ? ഏർലി ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് ആണോ? ഓർമ്മയുണ്ടല്ലേ? അതുപോലെ തന്നെ സെക്കൻഡറി പ്രിവെൻഷൻ എന്നാൽ ഇവിടെ ട്രീറ്റ്മെന്റ് തന്നെയാണ്. സെക്കൻഡറി പ്രിവെൻഷൻ എന്ന് പറയുമ്പോൾ ഇവിടെയും ആദ്യം പറഞ്ഞത് ട്രീറ്റ്മെന്റ് തന്നെയാണ്, അല്ലെ? ഇത് ഏർലി ഡയഗ്നോസിസും ആൻഡ് ട്രീറ്റ്മെന്റും തന്നെയാണ്. ശരിയല്ലേ? അപ്പൊ ചോദിക്കും, ഒരു മെന്റൽ ഡിസോർഡറിന്റെ സെക്കൻഡറി പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അയാളുടെ ആ ഒരു അസുഖത്തിന്റെ കാലാവധി കുറയ്ക്കുക എന്നല്ലേ? അയാൾക്കുണ്ടാകുന്ന ആ ഒരു അസുഖത്തിന്റെ ആ ഒരു കാലാവധി, ആ ഒരു കാലയളവ് കുറയ്ക്കുക എന്നാണ് ശരിക്കും പറഞ്ഞാൽ ദ ഡ്യൂറേഷൻ ഓഫ് ഡിസോർഡർ കുറയ്ക്കല്ലേ? അല്ലേ സെക്കൻഡറി പ്രിവെൻഷൻ എന്ന് പറയുന്നത് ആണ്. സോ എല്ലാവർക്കും ദ പ്രൈമറി പ്രിവെൻഷനും ആൻഡ് ദ സെക്കൻഡറി പ്രിവെൻഷനും ക്ലിയർ ആയ കുഞ്ഞുങ്ങളെ? ദ സൈക്യാട്രിയിലുള്ള ദ പ്രൈമറി പ്രിവെൻഷനും ആൻഡ് ദ സെക്കൻഡറി പ്രിവെൻഷനും എല്ലാവർക്കും ക്ലിയർ ആയ? എല്ലാവർക്കും ക്ലിയർ എല്ലാവരും ക്ലിയർ കുഞ്ഞുങ്ങളെ? പറയട്ടെ, എല്ലാവരും പറയട്ടെ. പ്രൈമറി സെക്കൻഡറി
കുറെ പറ പ്രൈമറി സെക്കൻഡ് കിട്ടി. അതിന്റെ ഇടയ്ക്ക് 2 ക്വസ്റ്റ്യൻ കൂടെ ചോദിക്കാം. അതിനിടയ്ക്ക് 2 ക്വസ്റ്റ്യൻ ചോദിക്കാം. ചോദിക്കുന്ന ക്വസ്റ്റ്യൻ വേറെ ഒന്നുമില്ല. ദ ഫസ്റ്റ് ഉള്ള ദ സൈക്യാട്രി ബുക്ക് ഏതാ? ഞാൻ ഇടയ്ക്ക് ഇതിന്റെ ഇടയിൽ കുറെ കാര്യം പറയും. ദ ഫസ്റ്റ് എഴുതപ്പെട്ട ദ സൈക്യാട്രി ബുക്കിന്റെ പേരെന്താ? ദ ഫസ്റ്റ് എഴുതപ്പെട്ട സൈക്യാട്രി ബുക്കിന്റെ പേരെന്താ? ദ പ്രാക്സിസ് മീഡിയ ആണോ? ദ പ്രാക്സിസ് മീഡിയ ആണോ? ദ പ്രാക്സിസ് മീഡിയ ആണോ? ഇസ് ദ PRAXIS പ്രാക്സിസ് മീഡിയ. ദ പ്രാക്സിസ് മീഡിയ. ദ ഫസ്റ്റ് എഴുതപ്പെട്ട സൈക്യാട്രി ബുക്കിന്റെ പേരെന്താ? ഫസ്റ്റ് എഴുതപ്പെട്ട സൈക്യാട്രി ബുക്കിന്റെ പേരെന്താ? ഇസ് ദ പ്രാക്സിസ് മീഡിയ. ഓർമ്മ വയ്ക്കോ? ചിലപ്പോൾ ചോദിക്കും എഴുതുമല്ലോ. ദ പ്രാക്സിസ് മീഡിയ. പ്രാക്സിസ് മീഡിയ. അതിന്റെ കൂടെ ഇതിന്റെ ഇടയിൽ കൂടെ കുറെ ക്വസ്റ്റ്യൻ പറഞ്ഞു തരും. ഇതിന്റെ ഇടയിൽ കൂടെ ഒരു ക്ലാസ്സിന്റെ ഇടയിൽ കുറെ കാര്യം പറഞ്ഞു തരും. ഫസ്റ്റ് എഴുതപ്പെട്ട സൈക്യാട്രി ബുക്കിന്റെ പേരെന്താ? ഇപ്പൊ തന്നെ പറയട്ടെ. ബുക്കിന്റെ പേര് പറയട്ടെ. പ്രാക്സിസ് മീഡിയ. പ്രാക്സിസ് മീഡിയ. പ്രാക്സിസ് മീഡിയ. ആരാ എഴുതിയത്? ദ ഫെലിക്സ് പ്ലാന്റർ. ദ ഫെലിക്സ് പ്ലാന്റർ. അറിയാമോ? പേര് കേട്ടിട്ടുണ്ടായിരിക്കും, ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടായിരിക്കും. ദ ഫെലിക്സ് പ്ലാന്റർ. ദ ഫെലിക്സ് പ്ലാന്റർ കേരള PC പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. കേരള PC പ്രീവിയസ് ചോദ്യമാണ്. ഫസ്റ്റ് എഴുതപ്പെട്ട സൈക്യാട്രി ബുക്കിന്റെ പേരെന്താ? ആദ്യമായി എഴുതപ്പെട്ട സൈക്യാട്രി ബുക്കിന്റെ പേരെന്താ? ദ പ്രാക്സിസ് മീഡിയ. പ്രാക്സിസ് മീഡിയ. ആ ബുക്ക് ആരാ എഴുതിയത്? ദ ഫെലിക്സ് പ്ലാന്റർ. പ്ലാന്റർ. എല്ലാരും പറഞ്ഞ എല്ലാം എഴുതി വിട്ടേ. എല്ലാവരും ജയിപ്പ് വിട്ടെ. അപ്പൊ നമ്മുടെ കാര്യം പഠിക്കുന്നിടയ്ക്ക് കുറെ കാര്യം പറഞ്ഞു. ഫസ്റ്റ് എന്താ പറഞ്ഞത്? ദ ഫാദർ ഓഫ് സൈക്യാട്രി ആരാ? അസേപിഡിയസ് അല്ലേ? ഫാദർ ഓഫ് സൈക്യാട്രി ആരാ? അസേപിഡിയസ്. ഇനി ദ ഫാദർ ഓഫ് അമേരിക്കൻ സൈക്യാട്രി ആരാ? അത് ഈ പറഞ്ഞ ബെഞ്ചമിൻ റഷ് എന്നും പറഞ്ഞു. ഇനി ആരെങ്കിലും ദ ഫാദർ ഓഫ് ദ മോറൽ സൈക്യാട്രി എന്ന് കേട്ടിട്ടുണ്ടോ പേര്? ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടോ? ആരാണ് ഫാദർ ഓഫ് ദ മോറൽ സൈക്യാട്രി? ആരാ? അത് രണ്ടുപേരുണ്ട്. വില്യം ട്യൂക്കും ആൻഡ് ദ ഫിലിപ്പ് പൈനിയലല്ലേ? ദ വില്യം ട്യൂക്കും ആൻഡ് ദ ഫിലിപ്പ് പൈനിയലാണ് എന്താണ്? ഫാദർ ഓഫ് ദ മോറൽ സൈക്യാട്രി എന്ന്. ആരും കേട്ടോ? എവിടെയെങ്കിലും പഠിക്കും. ജസ്റ്റ് കേട്ടോ? എവിടെയും കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും എവിടെയെങ്കിലും ദ വില്യം ട്യൂക്ക് എന്നും ആൻഡ് ദ ഫിലിപ്പ് പൈനിയൽ എന്നും എവിടെയും കേട്ടിട്ടുണ്ടോ? ഇനി കേട്ടിട്ടില്ലെങ്കിൽ ഇപ്പൊ ഓർമ്മിക്കണം. ആരാ ഫാദർ ഓഫ് ദ മോറൽ സൈക്യാട്രി? അപ്പൊ ഇത്രയും പഠിച്ചിടയ്ക്ക് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻ പറഞ്ഞു തന്നു. സൈക്യാട്രിയുടെ ഫാദർ വെച്ച അസേപിഡിയസ് അല്ലെ? സൈക്യാട്രിയുടെ ഫാദർ വെച്ച അസേപിഡിയസ് എന്ന് എഴുതണം. ഫാദർ ഓഫ് അമേരിക്കൻ സൈക്യാട്രി ചോദിച്ചാൽ ബെഞ്ചമിൻ റഷ് എന്ന് ഓർമ്മിക്കണം. ഫാദർ ഓഫ് ദ മോറൽ സൈക്യാട്രി ചോദിച്ചാൽ ആരെ പേര് ഓർമ്മിക്കും? ഫാദർ ഓഫ് ദ മോറൽ സൈക്യാട്രി ചോദിച്ചാൽ ആരെ പേര് ഓർമ്മിക്കും? രണ്ടുപേര്. ദ വില്യം ട്യൂക്കും ആൻഡ് ദ ഫിലിപ്പ് പൈനിയൽ അല്ലെ? ഫിലിപ്പ് പൈനിയൽ എന്നും ഓർമ്മിക്കും. ഫസ്റ്റ് എഴുതിയ ബുക്ക് ഏതാ? ഫസ്റ്റ് എഴുതിയ സൈക്യാട്രിയുടെ ബുക്ക് ഏതാ? പ്രാക്സിസ് മീഡിയ അല്ലെ? ദ പ്രാക്സിസ് മീഡിയ. ആരാ എഴുതിയത്? ദ ഫെലിക്സ് പ്ലാന്റർ. അപ്പൊ മൊത്തം എത്ര പേര് പഠിച്ചു? ഇതിന്റെ ഇടയ്ക്ക് ഈ പറയുന്ന പ്രൈമറിയും സെക്കൻഡറിയും ടെറിഷറിയും ഇടയ്ക്ക് എത്ര പേര് പഠിച്ചു? അസേപിഡിയസ് പഠിച്ചു, ആൻഡ് ദ ബെഞ്ചമിൻ റഷ് പഠിച്ചു, ആൻഡ് ദ വില്യം ട്യൂക്കും ദ ഫിലിപ്പ് പൈനിയലും പഠിച്ചു, ആൻഡ് ദ ഫെലിക്സ് പ്ലാന്റർ പഠിച്ചു. 4 പേര് കിട്ടിയോ? 4 പേര് കിട്ടിയോടെ എല്ലാവർക്കും? ഇടയ്ക്ക് കുറെ കാര്യം പറഞ്ഞു തരും. കിട്ടിയോടെ എല്ലാവർക്കും? പറയടെ, കമന്റ് ചെയ്യടെ എല്ലാവരും. കിട്ടിയോടെ? കിട്ടി. ഇനി ദ സൈക്കോളജിയുടെ ഫാദർ ആരാ? സൈക്യാട്രി പറഞ്ഞു. സൈക്കോളജിയുടെ ഫാദർ ആരാ? സൈക്കോളജി ആരാണ്? ആരാ സൈക്കോളജിയുടെ ഫാദർ ആരാ? ഫാദർ ഓഫ് സൈക്കോളജി ആരും പറയടേ. സൈക്കോളജി എല്ലാം കണ്ടുപിടിച്ച് പറയണം. ഇത് വില്യം വൂണ്ട് ആണോ അവിടുത്തെ സിഗ്മണ്ട് ഫ്രോയിഡ് ആണെന്ന് പറയോ? ആ കൺഫ്യൂഷനായ പേരാണ്. അത് വില്യം വൂണ്ട് ആണോ ഓർ സിഗ്മണ്ട് ഫ്രോയിഡ് ആണോ എന്ന് പറയോ? എല്ലാവരും പറയോ? വില്യം വൂണ്ട് അല്ലേ?
വില്യം ഉണ്ടല്ലേ? വില്യം ഉണ്ടല്ലേ? ആണോ 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 ആണ് ആണ് ആണ്. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിക്കട്ടെ, ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിക്കട്ടെ. ആരാ ദ ഫാദർ ഓഫ് ദ സൈക്കോ അനലിറ്റിക് തിയറി? ആരാ ഫാദർ ഓഫ് സൈക്കോ അനലിറ്റിക്കൽ തിയറി? ആരാ? സിഗ്മണ്ട് ഫ്രോയിഡ്. സിഗ്മണ്ട് ഫ്രോയിഡ്. സിഗ്മണ്ട് ഫ്രോയിഡ്. ആരാ ഈ പറഞ്ഞ ദ മദർ ഓഫ് സൈക്കിയാട്രിക് നഴ്സിംഗ്? ആരാ? ആരാ ദ മദർ ഓഫ് സൈക്കിയാട്രിക് നഴ്സിംഗ്? ആരാ? ദ ഹിൽഗാർഡ് പെപ്ലോ കേട്ടിട്ടുണ്ടോ? ദ ഹിൽഗാർഡ് പെപ്ലോ ആണോ അവിടെ? ഇസ് ദ മദർ ഓഫ് സൈക്കിയാട്രി? ആണോ ആണോ? അതോ ഈ പറഞ്ഞ ലിൻഡ റിച്ചാർഡ് ആണോ? അതോ ദ ലിൻഡ റിച്ചാർഡ് ആണോ? ഇത് കൺഫ്യൂഷൻ ഒക്കെ ടേംസ് ആണ്. പറയ് പറയ്. പറയ് പറയ്. അതാ ഹിൽഗാർഡ് പെപ്ലോ അല്ലേ? അതാ ഹിൽഗാർഡ് പെപ്ലോ അല്ലേ? ചറവറ പറയണേ. ആരാ ദ മദർ ഓഫ് സൈക്കിയാട്രിക് നഴ്സിംഗ്? ആരാ? ആരാ ദ മദർ ഓഫ് സൈക്കിയാട്രിക് നഴ്സിംഗ്? ആരാ? ദ ലിൻഡ റിച്ചാർഡ് അല്ല, ദ ഹിൽഗാർഡ് പെപ്ലോ. ദ ഹിൽഗാർഡ് പെപ്ലോ ആണ് ദ മദർ ഓഫ് സൈക്കിയാട്രിക് നഴ്സിംഗ് എന്ന് അറിയുന്നത്. ഈ തെറ്റിക്കോ? ഇനി തെറ്റിക്കോ? തെറ്റിക്കൂടെ? ക്വസ്റ്റ്യൻ ചോദിക്കൂടെ? ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ കൂടെ ചോദിച്ചോട്ടെ. കേരള PC എക്സാം ഈ ക്വസ്റ്റ്യൻ ചോദിച്ചത് ആരാണ് ദ ഫൗണ്ടർ ഓഫ് സൈക്കിയാട്രിക് നഴ്സിംഗ് എന്നാണ് കേട്ടോ. ഈ ഒരു ക്വസ്റ്റ്യൻ കേരള PC ഇങ്ങനെയാണ് ചോദിച്ചത്. ആ ഫൗണ്ടർ ഓഫ് സൈക്കിയാട്രിക് നഴ്സിംഗ് ആരാ? അപ്പോ ദ ഫൗണ്ടർ ഓഫ് സൈക്കിയാട്രിക് നഴ്സിംഗ് ആരാ? ദ ഫൗണ്ടർ ഓഫ് സൈക്കിയാട്രിക് നഴ്സിംഗ് എന്നും ആൻഡ് ദ മദർ ഓഫ് സൈക്കിയാട്രിക് നഴ്സിംഗ് എന്നും അറിയപ്പെടുന്ന ആളുടെ പേരെന്താ? ആരാ ദ മദർ ഓഫ് സൈക്കിയാട്രിക് നഴ്സിംഗ് എന്നും ആൻഡ് ദ ഫൗണ്ടർ ഓഫ് സൈക്കിയാട്രിക് നഴ്സിംഗ് എന്ന് അറിയപ്പെടുന്ന ആരാ? ഹിൽഗാർഡ് പെപ്ലോ. ഹിൽഗാർഡ് പെപ്ലോ അല്ലേ? ഹിൽഗാർഡ് പെപ്ലോ അല്ലേ? ആണോടെ? ആണ് ആണ്. ഇത്രയും ക്ലിയർ. അപ്പൊ ഇങ്ങോട്ട് വരട്ടെ, ഇങ്ങോട്ട് വരട്ടെ. പ്രൈമറിയും പറഞ്ഞു, സെക്കൻഡറിയും പറഞ്ഞു. പ്രൈമറിയും പറഞ്ഞു, സെക്കൻഡറിയും പറഞ്ഞു. ഇനി വേറെ പ്രിവെൻഷൻ എന്തെങ്കിലും ഉണ്ടോ? വേറെ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടോ? ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. ഈ സൈക്കിയാട്രിയുടെ സ്ക്രീനിങ് വരുന്നത് പ്രൈമറി ആണോ സെക്കൻഡറി ആണോ? അവിടെ കൺസൾട്ടേഷൻ ആൻഡ് ദ സ്ക്രീനിങ് പ്രോഗ്രാംസ് എല്ലാം വരുന്നത്, സ്ക്രീനിങ് പ്രോഗ്രാംസ് വരുന്നത് പ്രൈമറി ആണോ സെക്കൻഡറി ആണോ? സ്ക്രീനിങ് പ്രോഗ്രാംസ് വരും, ഈ പറഞ്ഞ ഡ്രഗ്സ് കൊടുക്കുന്നത് വരും, ആൻഡ് ദ കൺസൾട്ടേഷൻ വരും. ഇതെല്ലാം പ്രൈമറി ആണോ സെക്കൻഡറി ആണോ അവിടുത്തെ ടെറിഷറി ആണോ? സ്ക്രീനിങ് പ്രോഗ്രാംസ്, കൺസൾട്ടേഷൻ ആൻഡ് ഡ്രഗ്സ് എല്ലാം കൊടുക്കുന്ന എവിടെയാ? സെക്കൻഡറി പ്രിവെൻഷൻ അല്ലേ? ഇതെല്ലാം ഈ പറഞ്ഞ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എവിടെ വരും? ഇങ്ങനെ തന്നെ ഓർമ്മിക്കുക. ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യം എവിടെ വരും? ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യം എവിടെ വരും? സെക്കൻഡറി പ്രിവെൻഷൻ ആണ് വരുന്നത് അല്ലേ? ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം എവിടെ വരും? സെക്കൻഡറിയിലാണ് വരുന്നത്. അപ്പോൾ എന്താണ് ടെറിഷറി പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവിടെ? എന്തിന് എയിം ചെയ്യും? ടെറിഷറി പ്രിവെൻഷൻ അവിടെ എന്തിനു എയിം ചെയ്യും? റീഹാബിലിറ്റേഷൻ ആണോ? റീഹാബിലിറ്റേഷൻ ആണോ? റീഹാബിലിറ്റേഷൻ ആണോ? പറയടേ എല്ലാവരും. നിങ്ങൾ ഒന്ന് ഉത്സാഹിക്കേ. എല്ലാവരും പറ. റീഹാബിലിറ്റേഷൻ ആണോ? റീഹാബിലിറ്റേഷൻ ആണോ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ അസുഖം ഉണ്ടാകുന്നതിന്റെ ഈ പറഞ്ഞ ലെവൽസ് ഓഫ് ദ സിവിയാരിറ്റി കുറയ്ക്കുന്ന എവിടെയാ? ഒരു അസുഖം ഉണ്ടാകുമ്പോൾ ആ അസുഖത്തിന്റെ സിവിയാരിറ്റി കുറയ്ക്കുന്നത് പ്രൈമറി ആണോ സെക്കൻഡറി ആണോ അവിടുത്തെ ടെറിഷറി ആണോ? അസുഖം ഉണ്ടായി, അത് എന്ത് അസുഖമായിക്കോട്ടെ, ആ അസുഖം കാരണം വന്ന പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതും അതിന്റെ സിവിയാരിറ്റി കുറയ്ക്കുകയും എവിടെയാ? ടെറിഷറി അല്ലേ? ടെറിഷറി അല്ലേ? ഈ അസുഖം വന്നതിന്റെ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവും, അതിന്റെ സിവിയാരിറ്റി കുറയ്ക്കുന്ന എവിടെയാ? ആ ഒരു സിവിയാരിറ്റി എന്ന വാക്ക് തന്നെ മറക്കരുത്. സിവിയാരിറ്റി കുറയ്ക്കുന്ന എവിടെയാ? ഇൻ ദ ടെറിഷറി പ്രിവെൻഷനിലാണ്. അല്ലേ? സാധാരണ ഒരു അസുഖം പോലെയാണോ സൈക്കിയാട്രിക് അസുഖങ്ങൾ?
സാധാരണ ഒരു അസുഖം പോലെയാണോ സൈക്യാട്രി? അല്ല, അല്ല, അല്ല. സാധാരണ പോലെ നമുക്ക് എന്താണ് അത്രത്തോളം എളുപ്പത്തിൽ സൈക്യാട്രിക് ഡിസോർഡറിനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല അല്ലേ? സാധാരണ അസുഖം പോലെ തന്നെ നമുക്കിത് അത്രത്തോളം നമുക്കിത് മാനേജ് ചെയ്യാൻ പറ്റത്തില്ല, ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല. അവിടെ കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള അല്ലേടെ കാര്യങ്ങളല്ലേ? ശരിക്കും പറഞ്ഞാൽ ദ റീഹാബിലിറ്റേഷൻ ആവശ്യമല്ലേ? അല്ലേ അല്ലേ അല്ലേ? യെസ് യെസ്. ആരെങ്കിലും എവിടെയെങ്കിലും ദ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും ദ സിനിമ കണ്ടപ്പോഴോ ഏതെങ്കിലും സിനിമ കണ്ടപ്പോഴോ ദ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? ഏതെങ്കിലും സിനിമ കണ്ടപ്പോൾ എവിടെയെങ്കിലും ദ ഹെൽപ്പ് ഗ്രൂപ്പ്സ് അത് പെടുന്ന എവിടെയാ? അത് ഈ പറഞ്ഞ ടെറിഷറിയിലല്ലേ? ആ, ടെറിഷറിയിലാണ്. സോ ഇവിടെ ഓർമ്മിക്കേണ്ട കാര്യം ഇത് പ്രൈമറി പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇത്രയും സമയം പറഞ്ഞിരുന്ന പ്രൈമറി പ്രിവെൻഷൻ എന്താ? ഒരു മെന്റൽ ഡിസോർഡറിന്റെ ഇൻസിഡൻസ് എന്ന വാക്ക് ഓർമ്മിക്കോ? ഒരു മെന്റൽ ഡിസോർഡർ ഇൻസിഡൻസ് കുറയ്ക്കുക. ഒരു മെന്റൽ ഡിസോർഡർ ഇൻസിഡൻസ് കുറയ്ക്കുന്ന എവിടെയാ? പ്രൈമറിയിൽ അല്ലേ? പ്രൈമറി. അടുത്ത ക്വസ്റ്റ്യൻ കേരള പീസ് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇതേ മെന്റൽ ഡിസോർഡറിന്റെ ദ ഡ്യൂറേഷൻ കുറയ്ക്കുന്ന എവിടെയാ? സെക്കൻഡറി. ഇനി ദ ലെവൽസ് ഓഫ് ദ സിവിയാരിറ്റി കുറയ്ക്കുന്ന എവിടെയാ? അടുത്ത ക്വസ്റ്റ്യൻ ദ ലെവൽ ഓഫ് ദ സിവിയാരിറ്റി, ഇപ്പൊ ഇമ്പയർമെന്റ് ദ സിവിയാരിറ്റി കുറയ്ക്കുന്ന എവിടെയാ? ടെറിഷറി. സോ എല്ലാവർക്കും ദ ലെവൽസ് ഓഫ് പ്രിവെൻഷൻ ദ സൈക്യാട്രി ക്ലിയർ ആയോ? സൈക്യാട്രിയിലുള്ള ദ ലെവൽസ് ഓഫ് പ്രിവെൻഷൻ ക്ലിയർ ആയോ എല്ലാവർക്കും? ഈ മൂന്ന് കാര്യം ഓർമ്മിക്കോ. ഒരു മെന്റൽ ഡിസോർഡറിന്റെ ഇൻസിഡൻസ് എന്ന വാക്ക് കേട്ടാൽ ഒരു മെന്റൽ ഡിസോർഡർ ഇൻസിഡൻസ് കുറയ്ക്കുക, അത് പ്രൈമറി. ഇനി ദ ഡ്യൂറേഷൻ കുറയ്ക്കുക എവിടെയാണ്? ദ ഡ്യൂറേഷൻ കുറയ്ക്കുന്ന എവിടെ? സെക്കൻഡറിയും. ആൻഡ് ദ സിവിയാരിറ്റി ഓഫ് ഇമ്പയർമെന്റ് അത് കുറയ്ക്കുന്ന എവിടെയാ? സിവിയാരിറ്റി ഓഫ് ഇമ്പയർമെന്റ് കുറയ്ക്കുന്ന ടെറിഷറി. യെസ്. ഫസ്റ്റ് ഇൻട്രോഡക്ഷൻ ക്ലാസ് ക്ലിയർ ആയോ എല്ലാവർക്കും? എല്ലാവർക്കും സൈക്യാട്രിയുടെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ക്ലാസ് ക്ലിയർ ആയോ? എല്ലാവർക്കും ഇതാ തുടക്കം. എല്ലാവർക്കും യെസ്. ഇനി അടുത്ത ദിവസം കാണാൻ പോകുന്നതായിരിക്കും ഇത് ക്ലാസിഫിക്കേഷൻ ഓഫ് ദ മെന്റൽ ഡിസോർഡേഴ്സ്. അടുത്ത ദിവസം കാണാൻ പോകുന്ന ടോപ്പിക് ഏതാ? ഈ പറഞ്ഞ ക്ലാസിഫിക്കേഷൻ കേട്ടോ. ഈ പറഞ്ഞ എല്ലാ ക്ലാസിഫിക്കേഷൻ പഠിക്കണ്ടേ? ഈ പറഞ്ഞ എല്ലാ ക്ലാസിഫിക്കേഷൻ പേരറിയാമോ ആർക്കെങ്കിലും? ആരെങ്കിലും ഈ പറഞ്ഞ ക്ലാസിഫിക്കേഷന്റെ പേരൊക്കെ അറിയാമോ? ICD ക്ലാസിഫിക്കേഷൻ, ICD the 10 ക്ലാസിഫിക്കേഷൻ, ആ ക്ലാസിഫിക്കേഷൻ വച്ചാണ് നമ്മൾ ഇനി അങ്ങോട്ടുള്ള എല്ലാ ഡിസോർഡറും കാണാൻ പോകുന്നത്. സോ ഇന്ന് നമ്മൾ കണ്ട കാര്യം ഇത് ഇൻട്രൊഡക്ഷൻ ഓഫ് ദ സൈക്യാട്രി. ഇസ് എ ക്ലിയർ ഫോർ എല്ലാവർക്കും? ഇൻട്രൊഡക്ഷൻ ക്ലിയർ സിമ്പിൾ അല്ലേ? ഫസ്റ്റ് സൈക്യാട്രി എളുപ്പമല്ലേ? ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ക്ലിയർ ആയല്ലോ? ക്ലിയർ ആയി. യെസ്. സോ അടുത്ത ക്ലാസ്സിൽ കാണാം. ബാക്കി നമുക്ക് ഓരോ ചാപ്റ്റർ വൈസ് കാണാമല്ലോ. ദ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ക്ലിയർ ആക്കി അടുത്ത ചാപ്റ്റർ 1 കാണാമല്ലോ. അടുത്ത ക്ലാസ്സിൽ ദ ചാപ്റ്റർ 1 കാണാമല്ലോ. യെസ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.